അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള ദൗത്യ ശ്രമത്തിനിടയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത മുസ്ലിം ക്യാമ്പിൽ പടർന്നതും അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്തതും നാം പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. അധികം വൈകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പിന്നെയും അധികം വൈകുന്നതിന് മുമ്പ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സാരോഗ്യം തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. മാത്രമല്ല, നമുക്ക് അവരെ അറിയിക്കാനുള്ള കാര്യങ്ങളെല്ലാം വളരെ മാന്യമായും വളരെ ഭംഗിയായും വളരെ കൃത്യമായും നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങി നബിയെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതുതന്നെയായിരുന്നു ശരിയും. ഇനി ഖുറൈശികൾ എന്തു ചെയ്യുന്നു എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഖുറൈശികൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ദൗത്യ ശ്രമം, ആ ശ്രമത്തെ ഏത് വിധത്തിൽ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇനി അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവുക. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഖുറൈശികളുടെ പ്രതിനിധി വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരേക്ക് നോക്കി. ആളെ നബിക്ക് ദൂരെ നിന്ന് മനസ്സിലായി. മറ്റാരുമല്ല, സുഹൈൽ ബിൻ അംറാണ് വന്നിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ തൻ്റെ അനുയായികളോട് പറഞ്ഞു, ഹാദാ സുഹൈൽ, ഇതാ സുഹൈൽ വന്നിരിക്കുന്നു. ഖദ് സഹലല്ലാഹു അംറക്കും, അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കിയിരിക്കുന്നു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. കാര്യങ്ങളെല്ലാം അതിൻ്റെ റാഹത്തായ ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ഭയപ്പെടേണ്ടതില്ല. മാത്രമല്ല, ഇദ്ദേഹത്തെ ഖുറൈശികൾ അയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഒരു സന്ധിക്ക് തയ്യാറായിരിക്കുന്നു എന്നാണ്. ഏതൊക്കെയോ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ഒരു കരാറുണ്ടാക്കാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നാണ്. കാരണം മക്കയിൽ സുഹൈൽ ബിൻ അംർ എന്ന് പറഞ്ഞ ആൾ അതിനുള്ള ആളാണ്. ഖുറൈശികൾക്ക് ആരുമായെങ്കിലും സന്ധിയോ കരാറോ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി അവർ നിയോഗിക്കുന്ന ആളാണ് പൊതുവെ സുഹൈൽ ബിൻ അംർ. അതുകൊണ്ട് അദ്ദേഹം വരട്ടെ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു, ഇരുത്തി. എന്നിട്ട് അവർ തമ്മിൽ ദീർഘമായി സംസാരിച്ചു. പൊതുവെ ഉണ്ടായ കാര്യങ്ങൾ, അതെത്രമാത്രം ഖുറൈശികളെ ബാധിച്ചിരിക്കുന്നു, ഖുറൈശികളെ എത്രമാത്രം അതെല്ലാം വിറളി പിടിപ്പിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാര്യമായി സുഹൈൽ ബിൻ അംർ വളരെ മാന്യമായി അവതരിപ്പിച്ചത്. അതുകൊണ്ട് മുഹമ്മദ്, ഒരു കാര്യത്തിൽ നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങളിപ്പോൾ ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ മക്കായിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മദീനായിൽ നിന്ന് വന്നവരാണ്. ഇത്രമേൽ യുദ്ധങ്ങളും ആ യുദ്ധങ്ങളിലുള്ള ജീവനഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഒരു നാൾ നിങ്ങൾ വളരെ കൂളായി വളരെ സാധാരണമായി മക്കയിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളോട് എതിർക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, അതൊക്കെ ശരിയാണ്. നിങ്ങൾ യുദ്ധം ഞങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ ഇത്രയും വലിയ ശത്രുതയും അതിൻ്റെ ഭാഗമായ യുദ്ധങ്ങളുമെല്ലാം നടന്നു കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ വളരെ കൂളായി മക്കയിലേക്ക് കടക്കുക എന്നതിനോട് ഖുറൈശികൾക്ക് യോജിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അത് താങ്കൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് മുന്നോട്ട്
മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുക എന്നത് നിങ്ങൾ ആത്യന്തികമായി ഒഴിവാക്കേണ്ടി വരും. അത് ഖുറൈശികളുടെ ഒന്നാമത്തെ നിബന്ധനയാണ്. ആ കാര്യത്തിൽ ഖുറൈശികൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ചർച്ചയുടെ അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുഹൈൽ ഇബ്നു അംർ വളരെ മനോഹരമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധിപ്പിച്ചു. സത്യത്തിൽ നബിക്കും അത് ബോധ്യപ്പെട്ടു. അങ്ങനെ വേണം നമ്മളൊക്കെ മനസ്സിലാക്കാൻ. കാരണം സുഹൈൽ ഇബ്നു അംർ പറയുന്നത് ഒരു സ്വാഭാവികതയാണ്, ഏതൊരു വികാരത്തിൻ്റെയും സ്വാഭാവികതയാണത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുഹൈൽ നിർദ്ദേശിച്ചു, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമെത്തുകയും അതൊരു കരാറാക്കുകയും ചെയ്യാം. ആ കരാറിൽ ഖുറൈശികൾക്ക് വേണ്ടി ഞാൻ ഒപ്പുവെക്കാം, നിങ്ങൾക്ക് വേണ്ടി താങ്കളും ഒപ്പുവെക്കുക. അങ്ങനെ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ മടങ്ങുക. തുടർന്ന് ചർച്ചകൾ പുരോഗതിപ്പെട്ടു. ഒന്നാമത്തെ ചർച്ച മടങ്ങിയാൽ എന്നതായിരുന്നു. മടങ്ങിയാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ മക്കയിലേക്ക് വരാം. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 3 ദിവസം മക്ക ഒഴിഞ്ഞു തരും. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകണം. പിന്നെ അതോടൊപ്പമുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തമ്മിൽ നേരിട്ടോ നമ്മുടെ സഖ്യകക്ഷികൾ മുഖാന്തരമായിട്ടോ അടുത്ത 10 വർഷത്തേക്ക് ഇനി യുദ്ധങ്ങളുണ്ടാകാൻ പാടില്ല. മറ്റൊരു ഉപാധി, എല്ലാ വ്യക്തികൾക്കും പക്ഷം തീരുമാനിക്കാൻ, തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഒരാൾക്ക് ഖുറൈശികളുടെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ല, താങ്കളുടെ പക്ഷത്താണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ആവാം. പക്ഷേ വ്യക്തിയെ വ്യക്തിയായി കാണുകയില്ല, വ്യക്തിയെ കുടുംബമായിട്ടേ കാണൂ. എന്ന് പറഞ്ഞാൽ, ഒരാൾ താങ്കളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ കുടുംബം താങ്കളോടൊപ്പമാണ് എന്നാണ്. ഒരാൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കുടുംബം ഞങ്ങളോടൊപ്പമാണ് എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്. മക്കയാണ് അടിസ്ഥാനം. അതുകൊണ്ട് ഇവിടെ നിന്ന് തൻ്റെ രക്ഷാകർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരാൾ മദീനയിലേക്ക് വന്നാൽ നിങ്ങളവിടെ സ്വീകരിക്കാൻ പാടില്ല. മക്കയിൽ നിന്ന് വന്ന ആരെയും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. രക്ഷാകർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരാൾ വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അതേസമയം മക്ക സ്വന്തം നാടാണ്. ഇവിടുന്ന് പോയ ആൾക്കാർ മക്കയിലേക്ക് തിരിച്ചു വന്നാൽ അതൊരു വ്യക്തിയാണെങ്കിലും ഒരു കൂട്ടമാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. സത്യത്തിൽ പ്രത്യക്ഷത്തിൽ പ്രയാസങ്ങളൊന്നും മഹാനായ നബി പ്രകടിപ്പിച്ചില്ല. വിസമ്മതമോ വിരോധമോ വാശിയോ നബി കാണിച്ചില്ല. അത് നബിയുടെ ദീർഘദൃഷ്ടിയായിരുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.